CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരും. പൊതുസമ്മേളന നഗരിയായ ആശ്രമ മൈതാനത്ത് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം നാളെ തുടങ്ങും. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. 530 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള കർമ്മ പദ്ധതികൾക്കൊപ്പം നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന വികസന രേഖയും സമ്മേളനത്തിൽ ചർച്ചയാകും. സമ്മേളനത്തിന്റെ പ്രസിഡിയം തീരുമാനിക്കുന്നത് വൈകിട്ട് കൊല്ലത്ത് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. ലിജോ, ഇന്നത്തെ സമ്മേളന പരിപാടികൾ, ഇന്നത്തെ എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് കൊല്ലത്ത് ഉള്ളത്, ഒപ്പം മറ്റു വിശദാംശങ്ങളും? നിഷാദ്, 3 പതിറ്റാണ്ടിന് ശേഷമാണ് കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനം വരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 1971-ലും 1995-ലുമായിരുന്നു ഇതിനു മുൻപ് കൊല്ലം ഇത്തരത്തിൽ സമ്മേളനത്തിന് വേദിയായത്. അതിൽ നിന്നൊക്കെ മാറി ഏകദേശം 30 വർഷം കഴിയുമ്പോൾ നൂതന സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടിയുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഈ പ്രധാനമായും വേദികളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. പ്രതിനിധി സമ്മേളനം നടക്കുന്നത് കൊല്ലം ടൗൺ ഹാളിലാണ്. കോടിയേരി ബാലകൃഷ്ണൻ നഗർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സമാപന സമ്മേളനം നടക്കുന്നത് ആശ്രാമം മൈതാനിയിലാണ്. അത് സീതാറാം യെച്ചൂരിയുടെ പേരിലാണ് അതിന് പേരിട്ടിരിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ദീപശിഖ പ്രയാണം കൊല്ലം ജില്ലയിലേക്ക് ഓച്ചിറയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പതാക ജാഥ ഏനാത്തിൽ ഉച്ചയോടുകൂടെ എത്തും. ഒപ്പം തന്നെ കൊടിമര ജാഥ രാവിലെ ശൂരനാട്, അതായത് 9:30-10 മണിയോടുകൂടെ ശൂരനാട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജാഥകളെല്ലാം തന്നെ വൈകുന്നേരം 4:30യോടുകൂടെ ആശ്രാമം മൈതാനിയിലെത്തുകയും ആശ്രാമം മൈതാനിയിൽ 5 മണിക്ക് ഈ സ്വാഗത സംഘം ചെയർമാനായിട്ടുള്ള മന്ത്രി KN ബാലഗോപാൽ ഈ പതാക ഉയർത്തുന്നതോടുകൂടെ ഈ പരിപാടികൾക്ക് തുടക്കമാകും. നാളെ രാവിലെ 9:30യോടുകൂടെ PB കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രകാശ് കാരാട്ടായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം പിന്നെ പ്രതിനിധി സമ്മേളനമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ